കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്ക് എങ്ങനെയായിരിക്കും അവിടുത്തെ ടൂറിസം മേഖലയെ അഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടൂറിസം സെക്ടർ എന്ന് പറയുന്നത് അവരുടെ എക്കോണമിക് ഗ്രോത്തിന് വരെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ടർ തന്നെയാണ്. ആസ് ഓഫ് 2024 23 മില്യണോളം ആളുകളാണ് അവിടെ ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ടുള്ളത്. അതായത് 2.36 കോടിയോളം ആളുകൾ, അതിൽ 65,000 പേർ എന്ന് പറയുന്നത് ഫോറിനേഴ്സാണ്. അതുപോലെ തന്നെ ഈ വർഷം എടുത്ത് നോക്കിയാലും നല്ല രീതിയിലൊരു ഗ്രോത്ത് ടൂറിസം മേഖല അവർക്ക് വന്നിട്ടുണ്ട്. തുടക്കത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ശ്രീനഗറിലെ തുലിപ് ഗാർഡനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെറും 26 ദിവസത്തിലായിട്ട് ഈ ഒരു ടൂറിസം സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 8.14 ലക്ഷത്തോളം ആളുകളാണ് അവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ഹോട്ടൽ ഉടമകളും റെസ്റ്റോറൻറ്റ് ഉടമകളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത് അവരുടെ റൂംസും ഹോട്ടൽസും ഒക്കെ ഫുൾ ബുക്കിംഗ് തന്നെ ആയിരുന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ എല്ലാം തന്നെ ഡൗൺ ആയിരിക്കുകയാണ്. എല്ലാ ബുക്കിംഗ്സും തന്നെ ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ ഓൾറെഡി ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഓൾറെഡി വന്ന ടൂറിസ്റ്റുകളെല്ലാം തന്നെ അവരുടെ ബുക്കിംഗ്സും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് തിരിച്ച് നാട്ടിലോട്ട് പോയി. എല്ലാ റൂംസും എല്ലാ ഹോട്ടൽസും എല്ലാ റെസ്റ്റോറൻറ്റ്സും എല്ലാ ഷോപ്സും ഒക്കെ തന്നെ ഷട്ടർ ഇട്ട് പൂട്ടിയിരിക്കുകയാണ്. സോ ഇതുകൊണ്ടൊക്കെ തന്നെ ഇനി കുറച്ച് നാളത്തേക്ക് കാശ്മീർ റീജിയനിലെ ടൂറിസം മേഖലയിൽ കാര്യമായിട്ടുള്ള വളർച്ച ഒന്നും തന്നെ ഉണ്ടാവാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ല, ഇനി ആരാണ് ഇങ്ങനൊരു അവസ്ഥയിൽ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുക? ഗവൺമെൻറ്റും അവിടുത്തെ ലോക്കൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇടപെട്ട് അവിടുത്തെ സുരക്ഷ ഉറപ്പുവരുത്താതെ അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാതെ എന്തായാലും തീർച്ചയായും ആരും ടൂറിസ്റ്റുകളായിട്ട് അങ്ങോട്ടേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഒരുപാട് ആളുകൾ ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്കിനെ മുതലെടുത്തുകൊണ്ട് മതത്തിന് മേലെ തിരിഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആയിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇതെല്ലാം മതത്തിൻ്റെ കുറ്റമാണെന്നൊക്കെ പറഞ്ഞ് കുറ്റം ചുമത്തിക്കൊണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു സത്യം മനസ്സിലാക്കുക. ഈ തീവ്രവാദം എന്ന് പറയുന്ന കാര്യത്തിന് അതിന് മതവുമില്ല മനുഷ്യത്വവുമില്ല. അവരുടെ ഉള്ളിൽ ആകെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വിദ്വേഷവും പകയും മാത്രമാണ്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അവർ തമ്മിലുള്ള ഒരു ഐക്യം എങ്ങനെ തകർക്കാം, അതാണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ കലാപങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള അവരുടെ ഒരു ട്രാപ്പിൽ നമ്മൾ വീണു പോകരുത്.